ഭരണകൂടത്തിന്റെ ഒത്താശയോടെ വ്യാജമദ്യ മാഫിയ തഴച്ചു വളർന്നതിന്റെ വിലയാണിന്ന് കള്ളക്കുറിച്ചി നൽകേണ്ടി വരുന്നത്. കൺമുന്നിൽ നിയമലംഘനം ഉണ്ടായിട്ടും ഒരു മഹാദുരന്തം വേണ്ടിവന്നു സർക്കാർ ഇടപെടാൻ. നഷ്ടപരിഹാരം നൽകി നികത്താവുന്നതല്ല കള്ളക്കുറിച്ചിക്ക് സംഭവിച്ച വലിയ മുറിവ്. തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തം നടന്ന തെരുവിലാണ് ഞാനിപ്പോഴുള്ളത്. സംഭവം നടന്ന 4-ാം ദിവസവും മൃതദേഹങ്ങൾ നിലയ്ക്കാതെ പ്രവഹിക്കുകയാണ്. ചുറ്റും ആർത്തനാദങ്ങളും ചന്ദനത്തിരിയുടെയും മൃതദേഹത്തിൽ ചൂടിയ പൂക്കളുടെയും ഗന്ധമാണ്. മരണസംഖ്യ 55 എന്നതാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരം. എന്നാൽ കണക്ക് അതിലും ഞെട്ടിക്കുന്നതാണെന്നും സർക്കാർ മറച്ചുവെക്കുന്നതായും ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നു. 27 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. 193 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. വ്യാജചാരായം കഴിച്ച പലരും ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാത്തതും പ്രതിസന്ധി കൂട്ടുന്നുണ്ട്. ഇവിടമാണ് ഇക്കണ്ട മഹാദുരന്തത്തിന് കാരണമായ ഇടം. ഗോവിന്ദരാജും സംഘവും വ്യാജവാറ്റും വിൽപ്പനയും നടത്തിയിരുന്നത് ഇവിടം കേന്ദ്രീകരിച്ചാണ്. ഭയമാണ് പലർക്കും ഇവിടേക്കെത്താൻ. നിലവിൽ വ്യാജമദ്യ വിൽപ്പന കേന്ദ്രം പോലീസ് പൂട്ടിക്കഴിഞ്ഞു. വിതരണക്കാരും തൊട്ടുമുകളിലുള്ളവരും ജയിലിലായി. എങ്കിലും വ്യാജമദ്യം കള്ളക്കുറിച്ചിയിൽ ഇപ്പോഴും സുലഭം. ഇന്നുപോലും പല വീടുകളിൽ നിന്നും പാക്കറ്റ് ചാരായം കണ്ടെടുത്തു. പോലീസ് കാടടച്ച് റെയ്ഡ് നടത്തുമ്പോഴാണ് സുലഭമായി പാക്കറ്റ് ചാരായം ലഭിക്കുന്നത്. ഇതിനിടെ വ്യാജമദ്യം കഴിച്ചവരുടെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കള്ളക്കുറിച്ചിയിലെ മാത്രം പ്രശ്നമാണിതെന്ന് കരുതിയെങ്കിൽ തെറ്റി. തമിഴ്നാട്ടിലെമ്പാടും ഈ വ്യാജമദ്യ മാഫിയ ആഴത്തിൽ വേരുകളാഴ്ത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ, രാഷ്ട്രീയ, ക്രിമിനൽ മാഫിയ സംഘമാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷൻ വാറ്റുചാരായം വിൽപ്പന കേന്ദ്രത്തിന് 300 മീറ്റർ മാത്രം അകലെയാണ്. കോടതിയും കളക്ടറുടെ ക്യാമ്പ് ഓഫീസും 1/2 കിലോമീറ്ററിനുള്ളിലുണ്ട്. എന്നിട്ടും തടയാനായില്ല ഈ മഹാദുരന്തം. മുകളിലേക്കൊന്നും ഇനി അന്വേഷണം പോകില്ലെന്ന് 100% ഉറപ്പ്. 2 കൊടും ക്രിമിനലുകൾ എങ്കിലും പിടിയിലായതോർത്ത് സമാധാനിക്കാം കള്ളക്കുറിച്ചിക്ക്. ഇക്കാണുന്നതുപോലെ നിരനിരയായി കിടത്തിയ നിരവധി മൃതദേഹങ്ങൾ ഇക്കഴിഞ്ഞ 3 ദിവസത്തിനിടെ കള്ളക്കുറിച്ചിയിൽ ഞങ്ങൾ കണ്ടു. വ്യാജമദ്യം കഴിച്ച് ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി പിടയുന്ന നിരവധി ആളുകളെയും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഭർത്താവോ പിതാവോ സഹോദരനോ നഷ്ടപ്പെട്ട് അനാഥമായ നിരവധി ജന്മങ്ങൾ ഇവിടെ ബാക്കിയാണ്. അവസാനം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരാഗ്രഹം മാത്രം: ഇനിയും ഒരൊറ്റ കള്ളക്കുറിച്ചി പോലും ഈ നാട്ടിൽ ഉണ്ടാകരുത്. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി.